ഞാനാടാ ബോസ്, ചന്ദ്രബോസ്. അയ്യോ മലയാളം ഇൻഡസ്ട്രി ഞാൻ മോളി കയറ്റിയത്. അത് സ്കില്ല്. കൊറേ ക്ലിപ്സ്, ഇത്രയും ക്ലിപ്പ് എവിടെ നിന്ന് എടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കൊള്ളാം. കൊച്ചിയിലെ തോടിക്കുത്താൻ പോയി ഡാൻസ് കളിക്കടാ. ആ റിസ്ക് നമ്മൾ എടുത്തു തുടങ്ങിയാണല്ലോ. ലൈവിൽ നമ്മൾ എന്ത് റിസ്ക് എടുക്കും? ലെറ്റ്സ് ഗോ, ലെറ്റ്സ് റിയാക്ട് സം ഡിസ്കോർഡ് ട്രോൾസ്. ഓക്കേ, ബോളിവുഡ്, സാൻഡൽവുഡ്, മോളിവുഡ്, ബോളിവുഡ്, ഹോളിവുഡ്. ഇവിടെ തിങ്ക് ബിഗ്, ഡ്രീം ബിഗ്. 100 crore എന്ത് കൂട്ടി ഇത് ഒരു കൂട്ട് ശരിയല്ല. ആർക്കും ആർട്ടിനോടൊരു സ്നേഹമില്ല. അതൊക്കെ ആ പഴയ പടങ്ങൾ. എന്റെ കയ്യിലെല്ലാം കിട്ടിയിട്ട് ഞാൻ അടിച്ച് ഞാൻ കൈ കൊടുത്താനാ. മലയാളം ഇൻഡസ്ട്രി ഞാൻ മോളി കയറ്റിയത്. എടാ സത്യമല്ലേ? എടാ ഇതൊരു സിനിമ എടുത്തൂടെ? കുക്കണ, ഇത് ഹിസ്റ്ററി അല്ലേ? ഐ മീൻ ന്യൂ ഫേസസ് വെച്ചിട്ട് 150 അല്ലേ? 150 ഒക്കെ. പിന്നെ ഇവര് ഡ്രീമറിന്റെ ലുക്കൊക്കെ വെച്ചിട്ട് ഒരു ഹീറോ ക്യാരക്ടർ പ്ലേ ഇല്ല, നമ്മള് സംസാരിക്കണം. ലുക്ക് ബോഡി സംസാരിക്കാൻ കഴിവില്ല. ഇല്ല. ഇതേത് ഗെയിമടേ? ഇതേത് ഗെയിമാ? വാലറന്റാ? സത്യം പറഞ്ഞ ഇതിൽ എൻജോയ് ചെയ്യുന്ന പാട്ടാണ്. ഇതിൽ ഗെയിം പ്ലേ ഇല്ല ശരിക്കും, പക്ഷെ നല്ല രസമുണ്ട്. ആ ഒരു സൗണ്ട്, ബീറ്റും ഇതിൻ്റെ അകത്തുള്ള സ്കിന്റെ സൗണ്ടൊക്കെ കൊള്ളാം അല്ലേ? ഓ കൊള്ളാം. എന്താ ചോദിച്ചേ പോലും ഞാൻ പറഞ്ഞു. റാങ്കിങ് ദ ഫണ്ണിയസ്റ്റ് വാസ്പ് നെസ്റ്റ് റിമൂവൽസ്. വാസ്പാ? തേനീച്ച പോലത്തെ കടമലല്ലേ വാസ്പ്? തള്ളേ, കഴ അമ്മയാണ് മരിച്ചവൻ. പന്നി അവൻ അടക്കി. ഇല്ല, അവൻ മരിച്ചു. ആ മറ്റേ നിന്ന് കുത്തിയില്ല മറ്റേ കമ്പിട്ട്. അവൻ മരിച്ചു കാര്യായിട്ട്. ഓ തന്നെ. ഓക്കെ, വായിൽ അതാരത്? അത് സ്കില്ല്. അയ്യോ കീറി. അതൊക്കെയാണ് അവസ്ഥ. അവനെയൊക്കെ ഇപ്പൊ അടർത്തിയെടുത്താണ് മുഖം. കഴുത്തിന് മേലെ തലയില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. Wake up. Welcome, sir. What are we doing today? I'm about to stream CSGO. Got it, sir. Let's get ready. Your OBS is set to gameplay scene. Let's get ready. Mic and camera are connected too. Your Twitch is open. Just let me know when to go live, sir. By the way, a new game called Crimson Desert is trending right now. It's currently the second most watched game on Twitch. You might want to try it out. Crimson Desert. Can you show me the game trailer? All right. എന്താ ഇത്? ഏത് ആക്സനാണ്? നീ പറഞ്ഞത് മനസ്സിലായില്ല കേട്ടോ. പക്ഷെ ശരിക്കും എന്താ പറഞ്ഞവര്? അവനൊരു AI കാണിച്ചു തന്നതാ. സ്ട്രീം ചെയ്യാൻ പറഞ്ഞ സ്ട്രീം എല്ലാം സെറ്റ് ആയി തുടങ്ങി തരും. വേണമെങ്കിൽ അവൻ തന്നെ സ്ട്രീം ചെയ്യും, കളിക്കും അവൻ തന്നെ. ഒന്നും ചെയ്യണ്ട. നമ്മള് സ്ട്രീം ചെയ്യണം. നമ്മള് വെറുതെ സംസാരിച്ചോണ്ടിരുന്നാ മതി. നമ്മളൊന്നും ചെയ്യണ്ട. അവന്റെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മള് വെറുതെ ഇരുന്നിട്ട് വായ്ത്താളം വിട്ടോണ്ടിരുന്നാ മതി അല്ലേ? അല്ല, AI ബാധിക്കാത്ത ഒരേ ഒരു ഫീൽഡ് ഗെയിമിംഗ് ആണ്. പറയാൻ പറ്റൂലേ? കാരണം നമ്മള് തന്നെ കളിക്കണ്ടേ കുക്കണ്ണൻ അല്ലേ? ആര് പറഞ്ഞു? കുറച്ചൊക്കെ അതൊക്കെ മാറും. നിങ്ങളൊക്കെ ഫീൽഡ് ഔട്ട് ആവും, നമ്മളൊക്കെ റോഡിലിറങ്ങേണ്ടി വരും. പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കളിക്കുന്നത്ര കളിച്ചോ അത്രേ. തുപ്പിയെ
തുപ്പി ഒന്ന്. Yes, yes, കാണാം. ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട്. ഈസ് മൈ ബോസ്. No. He's my boss. ഇത് എൽ ക്ലാസിക്കോ ഫ്രെയിം അല്ലേ ഇത്? ഫ്രെയിം കാണുമ്പോ തന്നെ രസമാ. ചന്ദ്രൻ നോജി ബോസ് എന്നാ പിള്ളേരെ ഓരോരോ കാര്യങ്ങളെ. ഞാനാടാ ബോസ്, ചന്ദ്ര ബോസ്. പക്ഷെ ഇപ്പൊ ആക്റ്റീവ് മുച്ചിരി ബോസാട്ടാ. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ആർക്ക് വേണോ നമ്മളെ വീഴ്ത്താനായിട്ട്. പക്ഷേ നിങ്ങൾ തന്നെ മടുക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എല്ലാ ഗാങ്സിലും തരുന്ന ഒരു ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ടി വിനെ അടിച്ച് ജയിക്കുക അല്ലെങ്കിൽ ടി വിനെ ചവിട്ടി മോളിൽ കയറണമെന്ന് വിചാരിക്കാതിരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇപ്പം കളിക്കാം, ഗ്യാങ് ബിൽഡ് ചെയ്യാം, ബാക്കി എല്ലാ കാര്യം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്ത് നോക്കി നിങ്ങൾ രക്ഷപ്പെടും. ടി വിനെ ചവിട്ടി മോളിൽ കയറാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഊമ്പി. കാരണം നടക്കൂല, അത് പാടാണ്. ഏതൊക്കെ എത്രയൊക്കെ പൊളിച്ചാലും ആവാനായിട്ടത് പറ്റത്തില്ല. വേറെ ഒരുത്തരും ഇനി ഒരു 100 വർഷം വന്നിങ്ങനെ വന്നാലും ജീവിക്ക് വലിയ ജീവിയൊക്കെ ആണുള്ളൂ. അതില് 100% പുറത്ത് ഇത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും. നിങ്ങള് ശ്രദ്ധിച്ചോ ആ വീഡിയോയില് ഡ്രൈവറിന്റെ ഇരുത്തം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താ ആ ഒരു കോൺഫിഡൻസ് വെള്ള ഇട്ട് ഒരുമാതിരി പൊളിറ്റീഷ്യൻ ഒക്കെ പോലെ അവര് പറയുന്ന നീക്ക് പറ്റുക നോക്കണമെന്നെല്ലാം പറഞ്ഞ് ഒരുമാതിരി ഇത് ചെയ്യുന്ന പോലെ പവർ കാണിക്കുന്നു. പവറല്ലേ, ഇച്ചിരി ഒപ്പിയാണ് നമ്മള്, മനസ്സിലായില്ലേ? അല്ല ആ കൈ വെച്ച കണ്ടോ? ആ കൈ വെച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടോ? അയ്യോ പൊങ്ങി സീലിംഗ് തട്ടി ചന്ദ്രത്താഴ. അടുത്ത വീഡിയോ പിന്നെ നമ്മളതൊക്കെ എന്താ പറയാ കണ്ടിരിക്കുന്നത്. നാളെ ടി വി വല്ല ഡിസ്മാൻഡ് ആവണം. 4 പേരേ ഉള്ളു അവിടെ വെൽക്കം ചെയ്യാൻ. നിങ്ങളത് കണ്ടാ? എനിക്കത് കണ്ടിട്ട് 2025 ജൂലൈ 20. Ambattur Singham to TVA again. Jugru to TVA as TVA Jugru. XKVA member Dorky to TVA. Samrajyam Mobi to TVA. BD the gamer to TVA as R. Welcoming Shoutex to TVA. Amrajyam Mesboy Gogu to TVA. Jude to TVA. Killua Gaming as our coach to TVA. MG3 second to TVA. So we are welcoming KVA Demon to TVA, Ash Brutal to TVA, LX2 to TVA, Bellari Lolan to TVA. Welcoming back Steve Azrael to TVA. We are welcoming Bellari Abel to TVA, Bellari Muchiri to TVA, TVA Muchiri. T47 Destro to TVA, T47 Neil to TVA, Ian to TVA, Tachi to TVA. ഓൾറെഡി ആ ലോബി ആയിരിക്കും തൊടാൻ പറ്റുന്നില്ല. അതിന്റെ അകത്തേക്ക് നീന്തി വരുന്നേ. മൈ ഫക്കിംഗ് ഗോഡ്. ചുമ്മാ അല്ല പറയുന്നത്. ടി വി എന്ന് പറയുന്നത്
അല്ലെങ്കിൽ എനിക്കും വാസവണ്ണനും ഞങ്ങൾക്ക് ആർക്കും തല കുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ. അതങ്ങനെയാണ് ദൈവം തുണയ്ക്കുന്ന പറയുന്നത് സത്യമാണ്. ഓൾറെഡി എല്ലാവരും ലൈനപ്പ് എല്ലാം മാറി സഹായിക്കുന്നതാണ്. അതിൽ നിന്നൊരു പുതിയ ലൈനപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കമ്പാക്ക് എന്നൊക്കെ പറയുന്നത് കൊറേ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇവൻ ആരെ വില്യം അടിച്ച് വില്യമോൻ എഡിറ്ററാണോ? കൊള്ളാം, നൈസ് വീഡിയോ ബ്രോ. കൊറേ ക്ലിപ്സ്, ഇത്രയും ക്ലിപ്പ് എവിടെ നിന്ന് എടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കൊള്ളാം, നല്ല എഫേർട്ട് ഉണ്ട്. നൈസ് വീഡിയോ, അടിപൊളി, രസമുണ്ട് കാണാൻ. ആ ഒരു ജേണി, ആ ഒരു റീബിൽഡ് ജേണി ഇങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റി. നൈസ്. This is up in the air. Oh, what an effort! What an effort! Yeah. ഞാനൊക്കെയാണ് ഇതാണ്ടേ മറ്റേ പോയി കുക്കറിനാണെങ്കിൽ ഇതും പിടിച്ച് നേരെ ആ ചുമരിലടിച്ച് തല കീറി 2 ആയിട്ട് കീറി കിടന്നതിനോട് ഈ ബോൾ അവന്റെ കയ്യിൽ വീണതിന്റെ വരെ അവന്റെ കയ്യില് കുക്കറിന്റെ മറ്റേ ഇത് തെറിച്ചേനെ, ചോര തെറിച്ചേനെ. അത് വിഷയം കാച്ച. When you're cheating peacefully and only notice that it ഡ്രീമർ ചീറ്റ് ചെയ്തിട്ടുണ്ടോ എക്സാംസിൽ? ഞാനേ എന്നെ ഇങ്ങനെ ആരും പിടിച്ചിട്ടില്ല. കാരണം തുണ്ടൊക്കെ വെച്ച് ഞാൻ ചുമ്മാ എഴുതുന്നത്. പിന്നെ തുണ്ടൊക്കെ വെച്ചിട്ടല്ലേ? അല്ല തുണ്ടൊക്കെ വെച്ചായിരുന്നു, അത് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. പിന്നെ കള്ളൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇതുവരെ എക്സാമിന് പൊട്ടുവാണെങ്കിൽ അന്തസ്സോടെ പൊട്ടു. അതിനൊരു കഷ്ടപ്പാടുണ്ട്. ഈ തുണ്ട് വെച്ച് എഴുതാന്ന് പറയുന്നത് ഒരു റിസ്ക് ആണ്. അല്ല പറഞ്ഞത് അതൊരു റിസ്ക് ആണ്. ആ റിസ്ക് ലൈഫിൽ വൺസ് എടുത്തിട്ടുണ്ടെങ്കിൽ ലൈഫിൽ എന്ത് റിസ്ക് നമ്മൾ എടുക്കും. നമ്മള് കുഞ്ഞു നാളിൽ തന്നെ നമ്മള് എടുക്കുന്ന ആ റിസ്ക് എടുക്കുന്ന അല്ലെങ്കിൽ റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ തുണ്ട് വെക്കുക, അത് നോക്കി എഴുതാന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഗുഡ് തിങ് ബ്രോ. ആ റിസ്ക് നമ്മൾ എടുത്തു തുടങ്ങിയാണല്ലോ ലൈഫിൽ നമ്മൾ എന്ത് റിസ്ക് എടുക്കും. ലെറ്റ്സ് ഗോ. തുണ്ട് കാണാറേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പറയുന്നു ലൈവില്. മനസ്സിലായല്ലോ കണ്ണ? ഇത് നമ്മള് തീയിൽ കുരുക്കണം, മനസ്സിലായില്ലേ? എന്നാൽ നമ്മള് തീയിൽ കുരുത്ത് വരത്തുള്ളൂ, മനസ്സിലായോ? അപ്പൊ കുക്കറിന്റെ കൊച്ചുങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ കൊച്ചുങ്ങളോട് പറയൂ, നീയൊക്കെ ധൈര്യമായിട്ട് എക്സാമിന് തുണ്ട് വെക്ക്, റിസ്ക് പഠിക്കുമെന്ന് പറയൂ അല്ലെ? കുക്കണ്ണ, വാട്ട് ഡ്രീമർ ഗെയിമിംഗ് ഈസ് ഡൂയിങ് നൗ? തുണ്ട് കാണും. ചാറ്റിലെല്ലാം മോട്ടിവേറ്റഡ് ആയ നാളത്തെ എക്സാമിന് പോയിട്ട് ഇതൊക്കെ തുണ്ട് വെച്ച് പറയും. ഡ്രീമർ തുണ്ട് വെക്കാൻ മറ്റേ സപ്പോർട്ട് ചെയ്തെന്ന് പറയും, മോട്ടിവേറ്റ് ചെയ്തെന്ന് പറയും. അന്നേരം ഇതുപോലെ ഇരിക്കണം. വീട്ടുകാരെല്ലാം കൂടെ വരും, വീട്ടുകാർ വരുമല്ലോ. അങ്ങനെ പണ്ടത്തെ കാര്യം പറയണേ, തുണ്ടെന്ന് വെക്കലേ ആരും കേട്ടാ. പണ്ടത്തെ വീട്ടുകാർ വിളിക്കും. അതെ. അയ്യോ എന്താ എന്തോ ഒരു ലൈവ് എടുക്കട്ടെ. നമ്മൾക്ക് നാം തന്നെ
of the matters always TVA. Unless on nice video. Nice. സിയാദെ ഇപ്പൊ തന്നെ വേണം, ലാസ്റ്റ് പോരെ. അപ്പൊ ഈ എല്ലാം എനിക്ക് ഐഡിയ പറഞ്ഞത്. എന്റെ ഐഡിയയിൽ ഈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനില്ലായിരുന്നു. നായിയേ, ഈ ആരെയും പേടിക്കണം. ഇന്നോന്റെ നിക്കാഹാണ്, ഓന്റെ മൂരിത്തരം നടക്കൂല. എന്നെ കുക്കണ്ണ ഹലോ, ആ കേക്കുന്നില്ല. നിങ്ങൾ ഉണ്ടോ ഇവിടെ? ഞാൻ നിങ്ങൾ AFK ആയിരുന്നു. അല്ല, ഞാൻ ഉണ്ട് ഇവിടെ. ഇതെത്തി. ഇതില് അടിയെല്ലാം വിഷയമായിരുന്നല്ലേ. എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു, ലവ് യു, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഒടിഞ്ഞു പോട്ടെ ഉണ്ണകളെ ചാറ്റുണ്ടെങ്കിൽ. നമുക്ക് സ്ട്രീം എൻഡിങ് ഇതാക്കിയാലാ? ഇത് ഇപ്പോഴത്തെ ആണോ സായിപ്പിന്റെ, അതോ പണ്ടത്തെ ആണോ? ഓപ്പോസിറ്റ് ടീം കൊടുത്തതാണ്. ആരും വിളിക്കുന്നുണ്ട്. വിളിച്ചെടുത്തല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ ചേട്ടൻ നേരെ പോയിട്ട് അവന്റെ കൊങ്ങാക്കി പിടിച്ചിട്ട് വിളിയടാ ഇനിന്ന് പറയണോ? അങ്ങനെ കോക്ഷൻ ഞാനാണെങ്കിൽ ചെയ്തേനെ, സത്യം പറയാലോ. നേരെ പോയി എന്റെ തൂക്കി അങ്ങ് എടുത്തേനെ കയ്യില്, ഞാൻ ഒരു കയ്യില്. എന്താ പോവാൻ ഇന്നലെ ബാൻ കിട്ടും, പിന്നെ ഇതപ്പോ നടന്നത്, അതുകൊണ്ടാ ചെയ്യാത്ത. ഓ, ഫസ്റ്റ് കണ്ട ടൈമിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, ബട്ട് സെക്കൻഡ് ഓൺ പുലിമുരുകനും പിള്ളേരും ഈശ്വര പ്രാർത്ഥന നടത്തിയത് പോലെ ഉണ്ട്. ചിരിച്ചു ഊപ്പാടിളക്കിയല്ലേ. അഖിലാണ്ട മണ്ഡലമണിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി. ഇതെന്തൊരു പാട്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടാ പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടോ ഈ സാധനം. റോഡ് എടുത്തിട്ട് പോവാ ഇങ്ങോട്ട്. ഈ ഫ്രെയിം ഒരു ദിവസം ഉണ്ട് എന്റെ ബ്ലോഗിൽ വരും. ഈ ഫ്രെയിം ഞാനത് സേവ് ചെയ്യണം.
അതല്ല അത്രേ ഉള്ളൂ. സേവ് ചെയ്തോട്ടാ. ഇതവിടെ ലഡാക്കാണ് ഇത്. കണ്ടിട്ട് അതുപോലെ ഉണ്ടല്ലേ. എവിടെയാലും വല്ല മഞ്ഞ് അല്ലെങ്കിൽ ഞാൻ മഞ്ഞ് സെറ്റ് ഇടും ഞാൻ ക്രിസ്മസിന്. ഗ്രീൻ സ്ക്രീൻ എടുത്തിട്ടാ ഗ്രീൻ സ്ക്രീൻ മതി. ഗ്രീൻ സ്ക്രീൻ ഇട്ടാ മതി. ഉം. സിമ്പിൾ. Was casually cruising with grandpa and EV decided to walk. എടാ EV മുട്ടം പവർ കേട്ടോ സത്യം പറഞ്ഞാ. ബാബുവിന്റെ മറ്റേ ബാബുവിന്റെ B6 ആണോ? ഹലോ ആരത്? ആരത്? അവിടെ ലൈവ് ചെയ്യുമല്ലോ. എന്തിനാ ഇവിടെ വരുന്നത് ഇപ്പൊ? എടി നീന്റെ നീ ലൈവ് പോയിടി. നീ എന്താ ബാക്കോട് ലൈവിലൊക്കെ പറഞ്ഞേ? ലൈവ് പോയി നമ്മുടെ അടുത്ത് എഴുതുന്നത്. നമ്മളിവിടെ മര്യാദ നമ്മളെ സമാധാനം ഇവിടെ അവരാധിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ. എങ്ങനെ എന്റെ ലൈവ് എന്റെ ട്രോൾസ് ഫുള്ള് ചന്ദ്രന്റെ 10-15 വീഡിയോസ് ഞാൻ മടുത്ത് കണ്ട് അത് ബോസിന്റെ ഓറയത്. അത് എല്ലാ സർവറിലും പോകുന്നത്. ഓറല്ല ഓറ. എടി അത് ഓറയാണ്, അത് ഓഴ. ഓക്കെ, നീ മനസ്സിലാക്കി. നീ നീ ആണെങ്കിൽ എന്റെ ഡിസ്കോഡ് ഇട്ടോണ്ടിരുന്നോ? അതിലും അതല്ലേ ഉള്ളത്. എടാ ആരുടെയും കയ്യിൽ താർ കൊടുക്കാണ്ടോ? താർ പറഞ്ഞിട്ടാ ഓട്ടേക്ക്. മറ്റേ കൈ പൊട്ടിയേക്കുക. എന്ത് വേണോ? കൊറേ വണ്ടി കച്ചവടക്കാരന്മാര് കാണുന്നുണ്ടോ നമ്മുടെ ലൈവ്? ഇൻസ്റ്റയിലൊന്ന് DM അയക്കാം. ഹായ് പച്ച പച്ച. ദിസ് ഈസ് വൈ വി ആർ സേയിങ് men is simple. ഇതുപോലെ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ സന്തുഷ്ടരാണ്. നോക്കട്ടെ, ഇത് സിലിണ്ടർ ബോംബിട്ടാ. സിലിണ്ടർ ആണ്, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് പറഞ്ഞ പോലെ. ആ അത് കളറാണ് അല്ലേ? വാവ്, അടിപൊളിട്ടാ. ഓ സൂപ്പർ. പൊട്ടിത്തെറിക്കുന്നല്ലേ? 4-8 വാക്കിന് പോകും. പച്ച 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 മഞ്ഞ 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 ബൾബുകൾ പൊട്ടിത്തെറിക്കണ്ടല്ലേ? പക്ഷെ ചെറിയ പ്ലാസ്റ്റിക് ആണ്, അത് പൊട്ടാനുള്ള ചെറിയ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. ഹെവി പ്ലാസ്റ്റിക് ഒന്നും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെയാണ് കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. നമ്മള് ലൈഫിൽ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഉള്ളൂ. നമുക്ക് നമ്മൾ അതിൽ സന്തുഷ്ടരായിരിക്കണം. ഒരു 10 വയസ്സുള്ള ചെക്ക് ചെയ്ത് വീഡിയോ ഇട്ട് പറയും വീട്ടിൽ വലിയ സിലിണ്ടർ. അപ്പൊ വെളിങ്ങനെ പുക വരും, വെളിങ്ങനെ പൊട്ടുള്ളൂ. തീ കൊടുത്തു ഓടും. എന്താ അവസ്ഥ? ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നോക്കണ്ട, നമ്മള് പണ്ട് ചെയ്യണ ഒരു പരിപാടി പറയട്ടെ. നോക്കണ്ട, നമ്മള് പണ്ട് കൊച്ചിലാണ് ഒരു പരിപാടി പറയട്ടെ. നോക്കണ്ട, ഇതാ നമ്മുടെ സാറ്റിസ്ഫൈങ് മൊമെന്റ് ആയിരുന്നു അത്. അതായത് നമ്മള് ഈ മറ്റേ പണ്ട് മറ്റേ ഫേക്ക് നോട്ടൊക്കെ കിട്ടുമല്ലോ. നമ്മളുണ്ടല്ലോ ഈ ഫേക്ക് നോട്ട്, അതായത് നമ്മളിതിങ്ങനെ റോഡിലിട്ടേക്കും. അതായത് വെറുതെ റോഡിലിട്ടേക്കും, വെറുതെ റോഡിലിട്ടേക്കും. അപ്പൊ ചിലര് അപ്പൊ ഇങ്ങനെ ആൾക്കാരുടെ എക്സ്പ്രഷൻ നമ്മൾ നോക്കും. ചിലരിങ്ങനെ കറങ്ങി പോവും. ചിലര് മറ്റേ ബൈക്കിലൊക്കെ പോയിട്ട് ഇതിങ്ങനെ കാണുവേ. ഇതിങ്ങനെ കണ്ടിട്ട് തിരിച്ചൊക്കെ പോയി കറങ്ങിയൊക്കെ ഒന്നും അറിയത്തോലൊക്കെ എടുക്കട്ടോ. അന്നേരം നമ്മൾ കൂവിയിട്ട് തിരിച്ചു ഓടുകട്ടോ. നമ്മള് കൂവിട്ടോ. നമ്മളിതൊക്കെ കണ്ണോട് മതിലിന്റെ ബാക്കിലായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് എടുക്കുന്നത് ഞങ്ങൾ കൂവും കേട്ടോ. കാരണം ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഫേക്കിലോട്ടെന്ന് മനസ്സിലാവും ആൾക്കാർക്ക്. കുക്കൊണ്ട് ഇതോ നമ്മളോട് എന്തൊക്കെ ചെയ്തറിയും. എന്നിട്ട് വേറൊരു കാര്യം, എന്നിട്ട് ഞങ്ങള് അതിന് മുന്നേ, അതായത് നമ്മൾ മറ്റേ പേപ്പറിൽ കാണിക്ക അതായത് കാണിക്കെന്ന് നമ്മൾ മറ്റേ പള്ളിയിൽ കാണിക്ക വെക്കുമല്ലോ. അതായത് നേർച്ച ഇങ്ങനെ എഴുതിയിട്ട് നമ്മളത് വെള്ള പേപ്പറിൽ എഴുതിയിട്ടുണ്ടല്ലോ. അതിൻ്റെ അകത്ത് കല്ല് മണ്ണൊക്കെ വെച്ച് പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കേട്ടോ. അപ്പൊ ആൾക്കാരിങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരിങ്ങനെ എടുക്കും കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് തുറക്കുവേ. അന്നേരം അവരെ മുഖത്തുണ്ടാവുന്ന ഒരു വൈക്ലബ്യം ഉണ്ട്. നോക്കണ്ട, ആലോചിച്ച് നോക്കൊന്ന്. അന്നേരം ഞങ്ങള് എന്നിട്ട് ഞങ്ങള് ചിരിക്കും കേട്ടോ. ഇതുപോലെ ചിരിക്കും. പിന്നെ വേറൊരു കാര്യം അത് പറയാൻ പറ്റൂല.
അത് ഹൈലൈറ്റ് ചെയ്തു കൊണ്ടോ അത് അത് പറ അത് പറഞ്ഞുകൊണ്ടോ അത് പറഞ്ഞു പോയാ മതി. സുകുമാരൻ 10,000 രൂപ നേർച്ച അകത്ത് ചാണകം. അയ്യേ. ഇത് എന്തൊക്കെയാണോ? നമ്മുടെ നമ്മുടെ കൊച്ചിനത്ത് നമ്മുടെ എന്റർടൈൻമെന്റ് ആയിരുന്നു. കൊച്ചിനത്ത് ലൈവ് ബ്ലാസ്റ്റ് ഒന്ന് അവരുടെയൊക്കെ മക്കളായിരിക്കും ലൈവ് കാണുന്നത്. പോയി പറയും അച്ഛനെ പറ്റിച്ചനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഇല്ല 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 അത് നമ്മളാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. പിന്നെ ഇതൊക്കെ നമ്മൾ പണ്ടത് നമ്മളുടെ കുഴപ്പം. ഇതൊക്കെ എന്തിന് ഇനിയുണ്ട് അതിപ്പോ പറയാൻ പറ്റില്ല. വലിയ വലിയ പ്രശ്നമൊക്കെ ആയിപ്പോ. ചെക്കൻ വളരെ സ്മൂത്ത് ആയിട്ട് കത്തിച്ചു. ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരല്ലേ. സത്യം പണ്ടൊക്കെ നമ്മള് മറ്റേ പേടിച്ച് കൈയൊക്കെ വിറച്ച് വിയർത്ത് ഇപ്പൊ ആ ഗെയിമിനെ തമാശയായിട്ട് കാണുന്ന കാണറി നിന്റെ ചോദ്യം. ഇത് പുതിയ സുസുക്കി ആക്സസ് 125. ഓ സുസുക്കിയാ കൊള്ളാടേ. നൈസ് നൈസ്. 2000 കടന്നു. അളിയോ ഇത് കിടില മോൺസ്റ്ററാണ്. ഹാറ്റ്സ് ഓഫ് വീഡിയോഗ്രാഫർ ആൻഡ് എഡിറ്റർ. എന്ത് രസോടാ, എന്ത് രസമായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് കാവസാക്കിന്റെ ഒഫീഷ്യലാണോ? ഇത് ഒഫീഷ്യൽ ആയിരിക്കും അല്ലേ? ഇത് ഒഫീഷ്യൽ ആണെന്ന് ഒഫീഷ്യലില് പക്ഷെ മോൺസ്റ്റർ ഒന്നും അതാ ഞാൻ നോക്കിയോ. വേറെ ബ്രാൻഡ് കാണിക്കോ? ഒഫീഷ്യലല്ലേ എന്റെ അമ്പോ. ആ ശരിയാ മോൺസ്റ്റർ കാണിച്ചിട്ടുണ്ടല്ലോ. ക്രേസി ഫോട്ടോഗ്രാഫി അറിയാം. എത്ര നേരം എത്ര ഇത് എനിക്കൊന്ന് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് എടുത്ത ക്യാപ്ചർ. അയ്യോ എന്ത് രസല്ലേ. എനിക്ക് പൈലറ്റ് ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. ഹെലികോപ്റ്റർ ഓടിക്കുന്ന കണ്ടായിരുന്നു എല്ലാരും. എങ്ങനെ ഓടിച്ചെന്ന് എന്ത് പറ്റി? ഹലോ ಸಿಗದೆ ಜಲಕ್ಕೆ ಬರುವೆ ಏನೋ ತಿರುಳೆ ಕಾಯೋ ಇರುಳೆ ನೀನು ತಿರುಗಿ ಬರದೆ ಬರೆದಾದ ಕಾವ್ಯದ ನಡುವೆ ಬರೆಯದ ಸಾಲು ಒಂದು ನವಿರಾದ ಗಾಳಿಯ ನಡುವೆ ನಿನ್ನಯ ಮಾಯ ಕಂಡು ತುಳಸಿ ಕೋಮಲವೇಣಿ ನೀಲವರ್ಣನಾಡಿ ನಿತ್ಯ ಕಲ್ಯಾಣಿ ಏಳಮ್ಮ ತುಳ
കല്യാണി നല്ല സൗണ്ട്. എടേ, എനിക്ക് ഗൂസ് ബംസ് വന്നു. ഒന്നാമത് ഈ പാട്ട് തന്നെ ഭയങ്കര ഓ സത്യോ. ഭയങ്കര ഇതാണ്. കൊള്ളാം, നല്ല രസം. നൈസ് നൈസ് നൈസ്. നല്ല കൊണ്ടിട്ട് വ്ളോഗ് ബ്രോ. വ്ളോഗ് എന്താ ഇടാത്ത ബ്രോ? ഇടാൻ ബ്രോ. ഏറസ് തന്നില്ല, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. എനിക്കോട് എന്തോ തിരക്കിലാവൻ. എനിക്കോട് നാളത്തേക്ക് ഇടാം, നാളത്തേക്ക് ഇടാം വ്ളോഗ് ബ്രോ. കോണ്ടന്റ്സ് ദീസ് ഡേയ്സ് എന്നോ? ഞങ്ങളുടെ വീഡിയോൻ്റെ അവസാനത്തെ ഒരു 3 സെക്കൻഡ് ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളീ കണ്ട മലയൊക്കെ ചാടി കയറുന്നത്. എന്താ കിടക്കും? അതിന്റെ BTS അല്ലേ? അയ്യോ, ഇവരെയൊക്കെ എന്തോരം പാട്ടല്ലേ ഇവര് ഇറക്കിട്ടുള്ള. എന്റെ അമ്മോ. മോഹൻലാലിന്റെ കൂടുതലും പാട്ട് ശ്രീകുമാർ സാറല്ലേ പാട്ടുള്ള? മോഹൻലാലിന്റെ ആ ഒരു വോയിസിന്റെ. അതെ 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 അതെ. പുത്തരി പുത്തരി കുത്തിപ്പാറും തിരിപക്ഷികളല്ലോ നമ്മൾ. രാത്രി മാത്രം പൂക്കും പൊഴിയും തിരിവിട്ട അടിപൊളി. Black Man in Kerala. It just said it will be dark. ഇതേത് കാറാ? ഇതേ സീരീസാ? കാണുന്ന പോലും ഇല്ല. പിള്ളേരിപ്പോ പറയും സ്കാനർ കണ്ണാവന്മാരെ. തൊപ്പിയുടെ നിങ്ങളുടെ BM ഏതാ? M3 ആണോ? അല്ലല്ല, ദാന്റെ ചാറ്റ് പറ്റുള്ള എല്ലാ മോഡലും പറയുന്നുണ്ട്. എല്ലാം പറഞ്ഞു. M5, M4, എന്താ ഉണ്ടായെന്ന് ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഒപ്പം അവൻ ചത്ര. പൊള്ളൂലേ? അതൊക്കെ എവിടെ പോയത്? പുറത്തേക്ക് പോണ്ടത് അകത്തേക്കൊക്കെ പോയത്. വിഷം വരുന്ന അമ്മയോട് സംസാരിക്കാം. ഞാൻ നേരത്തെ വിളിക്കാൻ പോയില്ലേ? ഇതായിരുന്നു നടന്നേ. അതുപോലെ കട്ട് ചെയ്തിന്. എന്ത് പറയാന്? ഡിപ്രഷൻ to coma stage na. I texted her to fix my depression. കൊച്ചു കുഞ്ഞിന്റെ അച്ഛനൊരു കച്ചവകൻ പോയി. കൊച്ചിയിലെ തോണിന് തോണി കുത്താൻ പോയി. തോണി കുത്താൻ പോയി. ഡാൻസ് കളിക്കടാ.
അതാരുടെ ചേട്ടാ അവന്റെ അവസ്ഥ ആലോചിച്ച് ക്ലിപ്പായി 10 ലക്ഷം ആൾക്കാരും കണ്ടു ഊമ്പി. ഇങ്ങനത്തെ ആൾക്കാർ മതി, ഇങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ടത്. ഞാൻ കണ്ടില്ല, ഞാൻ പാട്ട് വായി പിടിച്ചിരിക്കുകയാണ്. Reflecting Spotify for new trending songs. We will still stuck with the cassette. അതിനൊരു എക്സാമ്പിൾ അല്ലേ, ഞാൻ ആ പാട്ടിന് ശ്രദ്ധിച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? നമ്മുടെ തലയ്ക്കകത്ത് ഇതൊക്കെ ഫീഡായി ബ്രോ, നമ്മുടെ തലയ്ക്കകത്ത് ഇതൊന്നും പോകൂല. എത്ര നമ്മള് മറ്റേ എത്ര ഇത് കാലം മുന്നോട്ടെന്ന് പറഞ്ഞാലും. ബാക്കി എവിടെ എന്റെ അല്ല പിന്നെ അവന്റെ ഓരോ രീതി. എന്റെ ഒരു ആഗ്രഹമാണ് ഒരു ഫ്ലിപ്പ് അടിക്കണോടാ, അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം. നല്ല ഗ്രൗണ്ട് ഒരു ഫ്ലിപ്പ് അടിക്കണം, ചിലപ്പോൾ വീഡിയോ ആയിരിക്കും 2 പ്രാവശ്യമൊക്കെ. പക്ഷെ ആലോചിച്ച് നോക്ക്, ഒരു അല്ലേ, ഞാൻ ഫ്ലിപ്പ് അടിക്കാൻ പോണു കണ്ണ. ഞാൻ ലൈവില് ആരെങ്കിലും സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ഇവിടെ നിന്ന് ഒരു 40 ഫ്ലിപ്പ് അങ്ങ് അടിക്കും കിടന്നു. ഒന്ന് ഹെഡ്സെറ്റ് ഊരിട്ട് ആ ചെയറൊന്ന് മാറ്റിട്ട് ഒരു ഫ്ലിപ്പ് അടിച്ചേ. തലയും പോയിട്ട് തറ കിടന്ന അവസാനം പഠിക്കണോ? ഓക്കെ പഠിച്ചിട്ട് ഞാനേ സ്പീഡ് ചെയ്യുന്ന പോലെ അല്ലേ? ഞാൻ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പോണേ, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പോണേ, ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാം. അതാവുമ്പോ കാല് പൊക്കുമ്പോ എല്ലാവർക്കും കാണാം. ഞാൻ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ പോണേ. സ്ട്രീം സെൻഡിങ് ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്നത് ഹാൻഡ് സ്റ്റാൻഡ്. ഇവയൊന്ന് തള്ളിയിടും കേട്ടോ. അയ്യോ ഇവ മോളെ വരണേ. അയ്യോ സ്ക്രീൻഷോട്ട് പൊക്കി കേൾക്കൂലല്ലേ? ഒന്നും കേൾക്കൂല, എന്തിനാണെന്ന് പറയാം. ഒന്നും കേൾക്കൂല. അവരാധിച്ചോ കുറച്ചേരം കൂടി പിടിക്കാൻ വേണം ഇവിടെ. കൈ പിടിക്കാൻ എഴുതി വെച്ചോ. ഒരാഴ്ച ഇവിടെ നിക്ക് ഞാൻ, മനസ്സിലായില്ലേ? പിടിക്കാൻ തോന്നുന്നൊക്കെ മറ്റേത് പ്ലം ബട്ട് ബബിൾ ബട്ട് ഡ്രീമർ BBL ചന്ദ്രു BBL ഡ്രീമർ ചന്ദ്രന്റെ 101 കഴപ്പുകൾ. വാ തൂക്കിയെന്നാ അടിപൊളി നൈസ്, നല്ല രസമുണ്ട്. ഇത് ഞാൻ മറ്റേ ഇന്നലത്തെ ഒരു കുട്ടിയായിരിക്കും. അപ്പൊ നമ്മുടെ സായിപ്പ് രമണനായാലോ എങ്ങനെയുണ്ടാവും? അണ്ണാ മീശ പിരിക്കോ? കഴിഞ്ഞ വീഡിയോയിലെ ഹയസ്റ്റ് ലൈക്ക് കിട്ടിയ കമന്റ് ഇതായിരുന്നു. കമന്റ് ഒക്കെ ഇഷ്ടം പോലെ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്, അവരൊന്നും ഫോളോ ചെയ്യുന്നില്ല. ഫോളോ കൂടെ ചെയ്താൽ എനിക്കൊരു സന്തോഷമായി. പോരാത്തതിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാണാലോ. ഏത് ഞാൻ ഈ 4-5 മണിക്കൂർ ഇരുന്ന് വരയ്ക്കുന്നതിന് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. ഫോളോയും ലൈക്കും കമന്റും ഒക്കെ. പിന്നെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ 2 നോർമൽ ലുക്കുള്ള ആൾക്കാരെ കോംബോ ആക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ലുക്കുള്ള ആളിനെയോ ക്യാരക്ടറിനെയോ ഇൻക്ലൂഡ് ചെയ്താൽ അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ സായിപ്പ് രമണന്റെ ലുക്ക് ആയിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് പറയണം. പിന്നെ വെറൈറ്റി കോംബോസ് കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടാ. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഒരു കറക്റ്റ് അതുപോലെ ഉണ്ട്. ഒരു
ആ ഒരു ലുക്ക് കൊണ്ട്, സായിപ്പിന്റെ ലുക്ക് കൊണ്ട് ഒന്നും ഇതായിട്ടില്ല. അത്ര നേരം വരച്ച് വരച്ച് ഉരുട്ടി ഉരുട്ടി കൈയൊക്കെ മസിൽ വെക്കുമല്ല. കാടായിരുന്നു. ഹമാരെ ഗാവ് മേം ബിസു നഹി ഷോ സേട്ടാ, ഹാപ്പി ബിസു. ഇന്ന് പണിക്കോയി 1200 രൂപ ഉണ്ടാക്കി 1500. നമുക്കിതുപോലെ വാങ്ങി പടക്കം വെച്ച് പൊട്ടിക്കണ്ടായിരുന്നു. അടുത്ത വർഷം ആയിക്കോട്ടെ. അടുത്ത വർഷം ഞാൻ അങ്ങ് പൊട്ടിച്ചങ്ങ് ഇറങ്ങി പൊട്ടി നാശമാക്കും ഇവിടെ മൊത്തം. എന്റെ വണ്ടി അവിടെ പൊട്ടിക്കുക. അല്ല വണ്ടിയുടെ മുകളിലൊക്കെ പടക്കം വെച്ചിട്ടിക്കൊണ്ട് ഇങ്ങനെ കാക്കന വഴി പോകും. ഞാൻ പറയും വണ്ടിക്ക് അകത്ത് ചെയ്യാനേ ഞാൻ പറയും. എന്താടാ നിന്റെ പേര്? അത് വേറെ. അലൻ, അലൻ ബ്രോ, അലൻ മാധവൻ. വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. എന്നാ മീശ ഒന്ന് പിരിച്ചേ, ഒന്ന് കാണട്ടെ. പണ്ട് തൊട്ട് അളിയന്മാര് സീരായിരുന്നു. അയ്യോ, 10-40 അനിയന്മാരുണ്ടോ? 10-40 അനിയന്മാരുണ്ട് സാർ. ഡൗട്ട് ചോദിച്ചോട്ടെ? പേഴ്സണൽ ആണ്. പറഞ്ഞോ. അല്ല അച്ഛൻ നേരത്തെ മരിച്ചെന്നല്ലേ പറഞ്ഞു. കൂടെ ജനിക്കണമെന്നില്ലല്ലോ സാർ, അനിയന്മാരാകാൻ വേണ്ടിയത്. യു മീൻ ബ്രദർ ഫ്രം അനദർ മദർ? യെസ്. പഴയതൊന്നും തിരിച്ചു കിട്ടിയില്ലെങ്കിലും നമ്മള് ഉള്ള സമയത്ത് കുറെ നല്ല മെമ്മറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. തൽക്കാലം അത് മതി. തൽക്കാലല്ല, അത് മതി. പരിപാടി ഒന്നുമില്ല. റീല് ഷൂട്ട് ചെയ്യാൻ മാമ. റീല് ഷൂട്ട് ചെയ്യുന്നതാണോ? പാരഷൂട്ട് ആരാത്? കുക്കറിന് സോയി. ഇത് ഡ്രീമർ സോയി. ഇത് ഡ്രീമർ സോയി. ഡ്രീമർ സോയി. ഇത് വീഡിയോ എന്റെ അടുത്തുണ്ട്. ഡ്രീമർ സോയിയുടെ ഓക്കെ ഞാൻ എടുത്തോളാം. കുക്കണ്ണനും സ്കിരപ്പനും. എടാ എനിക്ക് ഈ വണ്ടി വാങ്ങിക്കണോടാ. എനിക്ക് വാങ്ങിക്കണം ഈ വണ്ടി. ഇങ്ങോട്ടോ, ഇവിടെ കൊറേ ഉണ്ട് ഓടിക്കാൻ. ഇത് എത്ര രൂപ? ഒരു റുബിക്കോൺ എടുക്കണ എത്രയാ? റാംഗ്ലർ നാട്ടിലെത്രയാ? എത്രയാ? 70-80 ഉണ്ടാവില്ലേ? 70 ഉണ്ടാവില്ലേ? 70-80 ഒക്കെ ഉണ്ടോ? 90 സ്റ്റാർട്ടിങ് പോലും മൂഞ്ചി പോയി. 90 സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പൊ റോട്ടിലിറക്കുമ്പോ 1.5 കോടിയായി. 2 വണ്ടിന്റെ പൈസ എല്ലാം കൊടുത്ത് സെറ്റപ്പ് ആക്കി വെച്ച്. അപ്പൊ വേണ്ട. മനസ്സിലായോ കണ്ണാ? ഏത് രംഗത്ത് എടുത്ത് നോക്കിയാലും ഇത്തിരി സ്നേഹത്തിന് വേണ്ടിയിട്ട് ആളുകൾ യാചിക്കാണ്. ഏതുപോലെ? വേഴാമ്പലിനെ പോലെ. വിസിയോ എടാ പോ. വിസിയോ ഇപ്പൊ തീരും കുറച്ചിലുള്ള മറ്റേ ഇത് മതി.
താമസ ഇതാണ് ഇരിക്കണേ. എന്ത് രസമാണ് കാണാൻ. ഞാനും ഇങ്ങനെ ഓടിക്കും, പക്ഷെ റിയൽ ലൈഫിലാണെന്ന് തോന്നുന്നു. ഒരുപാട് തോറ്റുപോയിട്ടുണ്ട്, പക്ഷെ തോൽവികളെ ഭയന്നിട്ടില്ല, കീഴടങ്ങിയിട്ടില്ല. ജയിച്ച് കാണിക്കും വരെ നമ്മളിവിടൊക്കെ തന്നെ കാണും. ഞാൻ കണ്ടിട്ടല്ല വരുന്നേ, ഞാൻ പൊട്ട മൊണ്ണേ. ഇതായത് ഒരു കാര്യമില്ലായിരുന്നു, എന്തിനാ പറഞ്ഞതെന്ന് ആർക്കും അറിയില്ല. ഒരു തീ പറഞ്ഞതിന് കിട്ടി. ഇത് വെച്ചിരുന്നു അവിടെ. കാമുകിയുടെയും വീട്ടുകാരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കിയ കാമുകൻ അറസ്റ്റ്. വീട്ടുകാരുടെയും പ്രീതി പിടിച്ചു പറ്റാൻ മനഃപൂർവ്വം വാഹനാപകടം ഉണ്ടാക്കിയ കാമുകൻ അറസ്റ്റിൽ. പത്തനംതിട്ട വാഴമുട്ടത്ത് ഡിസംബർ 23 നടന്ന വാഹനാപകട കേസിലാണ് നാടകീയ വഴിത്തിരിവ്. യുവതി ഓടിച്ച സ്കൂട്ടറിന് പിന്നിൽ സുഹൃത്തിനെ കൊണ്ട് കാർ ഇടിപ്പിച്ച ശേഷം രക്ഷകനായെത്തി ആശുപത്രിയിൽ എത്തിക്കും. ഇതാണ് ലെവൽ എക്സ് സോനു. പിന്നെ എന്റെ 3 കൂട്ടരും പഠിക്കുക തന്നെയാണ്. CCTV കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണമാണ് കാമുകന്റെ നാടകം പൊളിച്ചത്. ഇത് സോനു എന്നെ പോലെ ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ജാക്കിമോൻ ചെയ്യും വേണം ഇതുപോലെ. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നു ചന്ദ്രു കണ്ടോ? നമ്മൾ കണ്ടത് കണ്ട് ഒരു ഗ്യാങ് മെമ്പർ അല്ലാതെ പോലും പുള്ളിയുടെ ആ ഓറ ജോക്കിനെ തൊട്ടാൽ ചോദിക്കാൻ പറയുന്നത് TV മാത്രമായിരിക്കില്ല. KVA, KP, ബ്ലാക്ക് മാഫിയ, പിന്നെ വേറെ സർവറിൽ നിന്ന് ആൾക്കാർ ജോയിൻ ചെയ്തു ഒന്ന് അടിച്ചിട്ട് പോകും. ജോക്കി രാമൻകുട്ടി ഒന്നും അല്ല, നല്ല തല്ല് പിടിക്കുക, പിടിച്ച് കെട്ടിയിട്ട് അടിക്കുമോ, തിരിച്ച് അടിക്കാൻ പോലും പറ്റൂല, ഗ്യാങ്ങത്തിട്ട് വരെ പോകും. നീ ഉള്ളപ്പോ എന്നെ അത് ഓറ. ഞാനത് VC വിട്ടിട്ടുണ്ടെങ്കിൽ സമാധാനം തരത്തില്ല, അല്ലെങ്കിൽ